കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇഗ്നോറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, എങ്ങനെ അത് എഴുതാം, എഴുതുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണ്, അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാകത്തില്ല. നമുക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അത് പറയുന്നതിനേക്കാളും എപ്പോഴും എഫക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളത് എഴുതുമ്പോഴായിരിക്കും. അപ്പം എൻ്റെ ഒരു ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അത് അന്തരീക്ഷത്തിൽ എഴുതുന്നത് പോലെയാണ് ടീച്ചർ പറയുന്നത്. അത് മാഞ്ഞു പോകും, നമ്മുടെ തലയിൽ അധികം നിൽക്കില്ല. പകരം നമ്മൾ എഴുതുമ്പോൾ അത് ബ്രെയിനിലേക്കാണ് ചെല്ലുന്നത്. അപ്പം അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡും നമ്മൾ പറയാണ്ട് നമ്മളത് എഴുതുക എന്ന് പറയുന്നത്. അത് എപ്പോഴും എഴുതുന്നത് പവർഫുൾ ആണ്. അപ്പം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? അപ്പോൾ ചിലർ രാവിലെ എഴുതുന്നവരുണ്ടായിരിക്കും, ചിലർ കിടക്കുന്നതിന് മുൻപ് എഴുതുന്നവരുണ്ടായിരിക്കും. രണ്ടും പവർഫുൾ ആണ്. കാരണം ഈ രണ്ട് ടൈമിലാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. അപ്പം അത് നമ്മളുടെ ഒരു ഇഷ്ടമാണ് എങ്ങനെ എഴുതുന്നു എന്നുള്ളത്. ഇനി ചില ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ലിസ്റ്റ് ചെയ്യാറുണ്ട്. ചില ആളുകൾ വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. ഇനി ചിലരാകട്ടെ താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ യുവർ ബ്ലെസ്സിങ്സ് എന്ന് മാത്രമായിരിക്കും പറയുന്നത്. അത് ചിലപ്പോൾ ഒരു 100 ടൈംസ് 108 ടൈംസ് ഒക്കെ അവർ റിപ്പീറ്റ് ആയിട്ട് എഴുതും. അപ്പം എങ്ങനെ എഴുതുന്നു എന്നുള്ളതും നമ്മളുടെ ചോയ്സാണ്. എപ്പോൾ എഴുതുന്നു എന്നുള്ളതും നമ്മളുടെ ചോയ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നും മനസ്സിലായിട്ടുണ്ട്, അത് എങ്ങനെ നമുക്ക് എഴുതാമെന്നും എപ്പോൾ എഴുതാമെന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ 2 പോയിന്റ് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതാണ് 3rd പോയിന്റ്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ക്രൂഷ്യൽ പോയിന്റ്. നമ്മൾ എന്തിനാണ് ഇത് എഴുതുന്നത്, അല്ല ഇത് എഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? നമ്മുടെ ബ്രെയിനിൽ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആ പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഔട്ടർ വേൾഡ് ഫോം ചെയ്യുന്നത്. ഈ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ സബ് കോൺഷ്യസിൽ കയറുന്ന കാര്യമാണ് നമ്മുടെ പാറ്റേൺ ആയിട്ട് മാറുന്നത്. അപ്പം നമ്മളുടെ ആ പാറ്റേണിലേക്ക് ഒരു പുതിയ ശീലം കൂടി ചേർത്ത് വെക്കുമ്പോൾ അതൊരു പുതിയ ലോകത്തിനെ നമ്മളുടെ ചുറ്റും സൃഷ്ടിക്കുന്നു. അതൊരു ക്വിക്ക് പ്രോസസ് അല്ല, സമയമെടുക്കും. ചിലപ്പോൾ അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പതുക്കെ നമ്മളൊരു നല്ല സ്വഭാവം, അത് എന്ത് തന്നെ ആണെങ്കിലും നമ്മളുടെ പാറ്റേൺ ആക്കി കഴിഞ്ഞാൽ പാറ്റേൺ ആക്കാൻ പ്രയാസമാണ്. കാരണം ആദ്യം ചെയ്തു, രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ടാകും. ആ റെസ്ട്രിക്ഷൻസ് എല്ലാം മാറി നമ്മൾ അതൊരു ഹാബിറ്റ് ആക്കി കഴിയുമ്പോഴാണ് അത് നമ്മളുടെ പാറ്റേൺ ആവുന്നത്. അങ്ങനെ പാറ്റേൺ ആയി കഴിയുമ്പോഴാണ് അതൊരു പുതിയ സംഭവത്തിനെ, അല്ലെ പുതിയൊരു ലോകത്തിനെ നമ്മളുടെ ചുറ്റും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയാണ്, ഒരു പോസിറ്റീവ് മനോഭാവത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു സ്വഭാവത്തിനെ നമ്മളുടെ പാറ്റേൺ ആക്കി മാറ്റുമ്പം, അതായത് നമ്മൾ കുറച്ചുകൂടി പോസിറ്റീവ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ളൊരു ലോകമാണ് നമ്മളുടെ ചുറ്റിലേക്കും പിന്നെ പ്രത്യക്ഷമാകാൻ തുടങ്ങുന്നത്. പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലാത്ത മനുഷ്യർ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നില്ല എങ്കിൽ ഞാൻ ഉൾപ്പെടെ നേരത്തെ നമ്മളൊക്കെ കൂടുതലും നമ്മളുടെ നെഗറ്റീവ് കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് എന്തൊക്കെ ഇല്ല എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് അതുണ്ട്, പക്ഷെ എനിക്കതില്ല. നമ്മളെ വെച്ച് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമായിരുന്നു. വൺസ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിനെയാണ് കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ബ്ലെസ്സിങ്സിലോട്ട് മാത്രമാണ് ഫോക്കസ് കൊടുക്കുന്നത്. അപ്പം എവിടെ ഫോക്കസ് കൊടുക്കുന്നു അവിടേക്കാണ് എനർജി, നമ്മൾ എനർജീനെ കൊടുക്കുന്നത്. അതാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഗ്രേറ്റ്ഫുൾ ആയ ഒരാൾ എപ്പോഴും ഞാൻ പറഞ്ഞു അവരുടെ ബ്ലെസ്സിങ്സിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. അപ്പം സ്വാഭാവികമായും കൂടുതൽ ബ്ലെസ്സിങ്സിനെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതേസമയം ഗ്രേറ്റ്ഫുൾ അല്ലാതെ എപ്പോഴും കുറ്റം പറഞ്ഞ് എനിക്കതില്ല, എപ്പോഴും ആ രീതിയിൽ പരാതി പറയുന്ന ഒരാൾ കൂടുതലും എനർജീനെ ഫോക്കസ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും. അപ്പം വീണ്ടും അതുപോലെ കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരുന്നത്, അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കൂടി എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനെ നമ്മളുടെ ലൈഫിലേക്ക്
സ്പീഡപ്പ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.